നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തത് ഈ സ്ക്രോളിംഗ് ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ചിലരെങ്കിലും നമ്മുടെ ഉള്ളിലെ പൊട്ടൻഷ്യലൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷേ എവിടെയോ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. ഇനി വേറെ ചിലർ എന്താണ് നമ്മുടെ ഉള്ളിലെ ആ ഗോൾഡ് മൈൻ എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. സമാധാനമായിട്ട് ഈ വീഡിയോ ഫുള്ള് കാണുക. നമുക്കൊരുമിച്ച് നമ്മുടെ ഉള്ളിലെ ആ ഗോൾഡ് മൈൻ കണ്ടെത്താം. ഇത് നിങ്ങൾ കാണാൻ പോകുന്ന ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള വീഡിയോകളിൽ ഒന്നായിരിക്കും. കാരണം ഇവിടെ നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഫാസ്റ്റ് ആയിട്ടുള്ള കട്ട്സ് ഇല്ല, ഫണ്ണി മീംസ് ഇല്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പുഷ് ചെയ്ത് ഇമോഷണൽ ആക്കാനും ശ്രമിക്കുന്നില്ല. നിങ്ങളെ പിടിച്ചിരുത്താൻ വേണ്ടി ഇവിടെ ഒരു ട്രിക്കും യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ ക്ലോസ് ചെയ്ത് റീൽസ് കാണാം. ഒരു മരത്തിൽ നിന്നും അടുത്തതിലേക്ക് ചാടുന്നത് പോലെ ചാടി നടന്ന് നിങ്ങളുടെ ഫോക്കസിനെ വീണ്ടും വീക്കാക്കി എടുക്കാം. പക്ഷേ അത് കഴിഞ്ഞ് അൽഗോരിതത്തിനെ കുറ്റം പറയരുത്, ഫോണിനെ കുറ്റം പറയരുത്, സക്കർബർഗിനെ കുറ്റം പറയരുത്, നിങ്ങളെ തന്നെ കുറ്റം പറയുക. നിങ്ങൾ സ്വയം അക്കൗണ്ടബിൾ ആകുക. കാരണം ഇത് റിപ്പയർ ചെയ്യാൻ നിങ്ങൾ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. ഈ വീഡിയോ മുന്നോട്ട് കാണാൻ ആഗ്രഹമുള്ളവരോട് നിങ്ങൾ കമ്മിറ്റ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, എത്ര ബോറടിച്ചാലും വീഡിയോ കാണുന്നതിനിടയിൽ പോയി കമൻസ് നോക്കരുത്, വീഡിയോ മിനിമൈസ് ചെയ്യരുത്, വേറെ എങ്ങോട്ടും നോക്കരുത്. ഈ വീഡിയോ ഫുൾ സ്ക്രീൻ ആക്കി ഇവിടെ തന്നെ ശ്രദ്ധിച്ച് കണ്ട് തീർക്കുക. ആദ്യം ഒരു സിമ്പിൾ ചോദ്യം, നിങ്ങൾക്ക് ലാസ്റ്റ് എപ്പോഴാണ് ഒരു പേജ് ഫുള്ള് വായിക്കാൻ പറ്റി? ആരെങ്കിലും ഒരാൾ സംസാരിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധയോടെ കേട്ടിരുന്നത്, ഒരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്ത് ഫോൺ തൊടാതെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ 10 മിനിറ്റ് വീഡിയോ കാണാതിരുന്നാൽ ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്യും, അതല്ലെങ്കിൽ 2x-ലോ 1.5x-ലോ ഒക്കെ ഇട്ടായിരിക്കും കാണുന്നത്. ഇനി അതിനിടയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരേ സമയം വീഡിയോ കണ്ടുകൊണ്ട് നോട്ടിഫിക്കേഷൻ താഴോട്ട് വലിച്ച് റിപ്ലൈ കൊടുക്കും. ടൈം സേവ് ചെയ്തു, മൾട്ടി ടാസ്കിങ് ആണ് എന്നൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടായിരിക്കും. സത്യത്തിൽ അവിടെ നമ്മുടെ ഫോക്കസ് ഫ്രാഗ്മെന്റഡ് ആയി പോവുകയാണ് ചെയ്തത്. വലിയ പഠനങ്ങളൊന്നും കോട്ട് ചെയ്യാൻ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മുന്നത്തെ പല വീഡിയോസിലും ഞാനത് ചെയ്തിട്ടുണ്ട്. എങ്കിലും പല പഠനങ്ങളും പറയുന്നത് ശരിയായ ഫോക്കസ് ഇല്ല എങ്കിൽ സ്റ്റഡീസോ കരിയറോ മാത്രമല്ല, നല്ല തീരുമാനങ്ങൾ എടുക്കാനോ ഡെപ്തിലുള്ള റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനോ നന്നായി ഹെൽത്ത് നോക്കാനോ ഒന്നുമുള്ള കഴിവ് നമുക്കുണ്ടാവില്ല എന്നാണ്. ഇനി ഞാനൊരു വളരെ അൺകംഫർട്ടബിൾ ആയ ഒരു കമ്പാരിസൺ പറയാം. ഒരു സെനാരിയോ കൺസിഡർ ചെയ്യും. നിങ്ങൾ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നു. ഒരു സ്ട്രേഞ്ചർ മുന്നിൽ വന്നിട്ട് പറയുന്നു, ഗിവ് മീ മണി, എനിക്ക് പണം തരൂ. നിങ്ങൾ വെറുതെ പോക്കറ്റിൽ കൈയിട്ട് കുറച്ച് പണം എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കും. അപ്പോൾ കൂടുതൽ ആളുകൾ റാൻഡമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നു, കൂടുതൽ പണം ആവശ്യപ്പെടുന്നു. ഇവരൊക്കെ ആരാണെന്നോ എന്താണെന്നോ ഒന്നും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ഒരുപാട് പണവും നഷ്ടമാകുന്നു. പക്ഷേ റിയൽ ലൈഫിൽ നമ്മൾ ആരും ഇങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ ഇന്റർനെറ്റിൽ നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന വീഡിയോയിൽ ഒരാളുണ്ടാവും, ഒരു ഫേസ് ഉണ്ടാവും, ഒരു വോയിസ് ഉണ്ടാവും. ആ ആളിനെ കുറിച്ച് നമുക്ക് എന്തറിയാം? ഒന്നും അറിയില്ല. കംപ്ലീറ്റ് സ്ട്രേഞ്ചർ. ഞാൻ നേരത്തെ പറഞ്ഞ സെനാരിയോയിൽ അവർ പണമാണ് ചോദിക്കുന്നത് എങ്കിൽ അതിലും വിലപ്പെട്ട നമ്മുടെ ഫോക്കസ് ആണ് ഇവിടെ ഇവരൊക്കെ നമ്മളോട് ചോദിക്കുന്നത്. ഇങ്ങനെ ഓരോ സ്ക്രോളിലും നമ്മൾ നമ്മളുടെ ടൈം, അറ്റൻഷൻ, എനർജി എല്ലാം ഈ സ്ട്രേഞ്ചേഴ്സിന് കൊടുക്കുകയാണ്. അവർക്ക് പണം കിട്ടുന്നു, റീച്ച് കിട്ടുന്നു. നമുക്കെന്താണ് കിട്ടുന്നത്? ഒന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, വലിയ നഷ്ടങ്ങൾ മാത്രം. നമ്മൾ ലിറ്ററലി നമ്മുടെ പോക്കറ്റിൽ നിന്നും നമ്മുടെ ലൈഫാണ് എടുത്ത് ഇവർക്ക് വീതിച്ച് കൊടുക്കുന്നത്. ഇനി എൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് എങ്കിലും ഇത് ബാധകമാണ്. ഏത് വീഡിയോ ആണെങ്കിലും ഞാൻ ഇവിടെ ഇപ്പൊ പറയുന്നത് ഏതൊരു കോണ്ടന്റും കൺസ്യൂം ചെയ്യുന്ന ഒരാളിന്റെ പെർസ്പെക്റ്റീവിലാണ്. ഇനി ഒരു കാര്യം, സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? 5 സെക്കൻഡ്, 10 സെക്കൻഡ്, 30 സെക്കൻഡ് ഓരോ സ്വൈപ്പും ഓരോ റിജക്ഷനാണ്. ഒന്നുകിൽ ഐ ഡോണ്ട് കെയർ, അതല്ലെങ്കിൽ ഓ നന്നായിട്ടുണ്ട്, അതല്ലെങ്കിൽ നെക്സ്റ്റ്, അതല്ലെങ്കിൽ വേസ്റ്റ്. പക്ഷേ സ്വൈപ്പ് ചെയ്യുന്നത് വെറും വീഡിയോ മാത്രമല്ല, അത് നമ്മുടെ സമയം കൂടെയാണ്. ഓരോ ദിവസവും 2-3 മണിക്കൂറാണ് സ്വൈപ്പ് ചെയ്ത് നമ്മൾ കളയുന്നതും അതിനോടൊപ്പം നമ്മുടെ വിലപ്പെട്ട ജീവിതവും ഇതേപോലെ റിജക്ട് ചെയ്ത് നമ്മൾ കളയുന്നു. സ്കിൽസ് പഠിക്കാൻ പറ്റുന്ന ടൈം, റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ടൈം, പ്രേമിച്ച് നടക്കാൻ പറ്റുന്ന ടൈം, കറങ്ങി നടക്കാനുള്ള ടൈം, ഗ്രൗണ്ടിൽ പോയി കളിക്കേണ്ട ടൈം, ഇതെല്ലാമാണ് നമുക്ക് ഇങ്ങനെ നഷ്ടപ്പെടുന്നത്. ഇടയ്ക്ക് ഫോൺ എടുത്ത് നമ്മളൊക്കെ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഹോളിലോട്ട് പോകുന്നു. എവിടെയാണ് പോയി വന്നത് എന്നോ എത്ര ടൈം പോയി എന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല. ഹിസ്റ്ററിയിൽ നിന്ന് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊക്കെ 2019 കോവിഡ് കാരണം ക്വാറന്റൈനിൽ ഇരുന്ന പോലെ 18 മാസം ക്വാറന്റൈനിൽ ഇരുന്ന വേറെ ഒരാളുണ്ട്. നമ്മുടെ ലോകത്തിന്റെ ഡയറക്ഷൻ തന്നെ മാറ്റിയ ഒരാൾ. 1665 ഒരു വലിയ പ്ലേഗ് ലണ്ടൻ മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നു. താൻ പഠിക്കുന്ന കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അടച്ചിട്ടത് കാരണം ആ ചെറുപ്പക്കാരൻ തന്റെ അമ്മയുടെ ഫാമിലേക്ക് കുറച്ച് പുസ്തകങ്ങളും കുറേ ചിന്തകളുമായിട്ട് പോകുന്നു. 18 മാസത്തോളം ആ പയ്യൻ ഐസൊലേഷനിലായിരുന്നു. ആ ചെറുപ്പക്കാരൻ ആ സമയത്ത് മോഡേൺ ഫിസിക്സിന്റെ ഫൗണ്ടേഷൻ തന്നെ ഉണ്ടാക്കി, കാൽക്കുലസ് ഡെവലപ്പ് ചെയ്തു, ഗ്രാവിറ്റി കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് ആരാണ് എന്ന് ഞാൻ പിന്നെ പറയണ്ടല്ലോ. നമ്മളിൽ പലർക്കും ഐസക് ന്യൂട്ടന്റെ അത്ര ബുദ്ധി ഇല്ലായിരിക്കാം. പക്ഷേ ആ ഫാം ഹൗസിലിരുന്ന് അദ്ദേഹം ഉണ്ടാക്കിയ ആ ഫോക്കസ് കൊണ്ട് അദ്ദേഹം ലോകത്തിന്റെ ഡയറക്ഷൻ തന്നെ മാറ്റി. അപ്പോൾ നമ്മുടെ ഈ സാധാരണ ബ്രെയിനും ആ നല്ല ഫോക്കസും ഉണ്ട് എങ്കിൽ ലോകത്തിന്റെ ഡയറക്ഷൻ മാറ്റിയില്ല എങ്കിലും നമ്മുടെ ലൈഫിന്റെ ഡയറക്ഷൻ ഉറപ്പായിട്ടും നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഈ ഫോക്കസ് ഉണ്ടാക്കാൻ പല ഡിസ്ട്രാക്ഷൻസും നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും. നമുക്ക് എല്ലാവർക്കും കീപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും ബോറടിച്ചാൽ ഓടി രക്ഷപ്പെടാൻ നോക്കരുത്, അതിനെ വെൽക്കം ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യണം എന്ന റൂള് നമ്മൾ തന്നെ
ഉണ്ടാക്കി വെച്ചതാണ്. അത് എപ്പോഴും പാലിക്കണമെന്നില്ല. ഡേ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ 1 hour എങ്കിലും നമ്മുടെ ബ്രെയിനിലേക്ക് കോണ്ടന്റ് ഡംപ് ചെയ്യുന്നത് നിർത്തുക. പറ്റുമെങ്കിൽ ഫോൺ യൂസ് കുറച്ച് ഡിലേ ചെയ്യുക. ഫോൺ യൂസ് കുറച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കുന്നതിലും സമയം നമുക്ക് ഒരു ദിവസം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന സമയം നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം? എന്തെങ്കിലും പഠിക്കാൻ ഉപയോഗിക്കാം, ഗെയിംസ് കളിക്കാൻ ഉപയോഗിക്കാം, പ്രേമിക്കാൻ യൂസ് ചെയ്യാം, ഹോബി ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം, സ്കിൽസിന് ഉപയോഗിക്കാം, ഫുഡ് കുക്ക് ചെയ്യാൻ, എക്സസൈസ് ചെയ്യാൻ, എല്ലാത്തിനും നമുക്ക് സമയം ഉണ്ടാകും. ഇതിനൊക്കെ നമുക്ക് ആ സമയം ഉപയോഗിക്കാനും സാധിക്കും. സോ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇവിടെ വരെ എത്തി എങ്കിൽ കൺഗ്രാറ്റ്സ്. ബോറടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിൻ്റെ ആ ഒരു ടേസ്റ്റ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ വീഡിയോ വളരെയധികം ബോറിംഗ് ആയിരുന്നു എന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഒരുപാട് റെസ്റ്റ്ലെസ് ആയി എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോക്കസിൽ വർക്ക് ചെയ്യണം എന്നൊരു സൈനായിട്ട് അതിനെ എടുക്കുക. സ്ക്രോൾ ചെയ്തുകൊണ്ട് ബോറടിയിൽ നിന്നും ഇത്രയും നാൾ നമ്മളൊക്കെ ഓടി രക്ഷപ്പെട്ടു. ഇനി പതിയെ ആ ബോറടിയെ കുറച്ച് എംബ്രേസ് ചെയ്യാം. ഈ വീഡിയോയ്ക്ക് ശേഷം എപ്പോഴെങ്കിലുമൊക്കെ മൈൻഡിനെ ചുമ്മാതെ ഇരിക്കാൻ വിടാനോ കുറച്ച് ബോറടിക്കാനോ മടി കാണിക്കരുത്. ഇന്റൻഷനലായി നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഫോക്കസ് ബെറ്റർ ആകും, ഷുവർ. ഇനി സ്ക്രോൾ ചെയ്യാൻ തോന്നിയാൽ 1 സെക്കൻഡ് നിർത്തി ആ വഴിയിൽ പോയി പണം ചോദിക്കുന്ന സ്ട്രേഞ്ചറിനെ ഓർക്കുക. നിർത്താതെ നടന്നു പോകണോ അതോ അവിടെ നിന്ന് അവർക്ക് പണം കൊടുക്കണോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അറിയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.